രേഷ്തന ഡോക്സിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഏതാണ്ട് 6ാമത്തെ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ടർബോ ഒഴിച്ചുള്ള മറ്റ് മമ്മൂട്ടി കമ്പനിയുടെ ഒരു സിനിമകൾക്കും കാര്യമായിട്ടുള്ള ഒരു ഹൈപ്പ് ഇല്ലാതെയാണ് തിയേറ്ററിലെത്തിയത്. ഒരുപക്ഷെ ടർബോയ്ക്ക് എനിക്ക് തോന്നുന്നു മമ്മൂക്കയും വൈശാഖും മിഥുൻ മാനുവൽ തോമസും കൂടി ഒരുമിച്ചതുകൊണ്ട് മാത്രമാവാം ഒരു ഓവർ ഹൈപ്പിൽ അതിന് നേടിയെടുക്കാൻ സാധിച്ചത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇനിഷ്യൽ കളക്ഷനകത്ത് നമുക്ക് കാണാൻ സാധിച്ചു. ഏതാണ്ട് സമ്മിശ്രമായിട്ടുള്ളൊരു പ്രതികരണത്തിൽ തിയേറ്ററിൽ തുടർന്നെങ്കിൽ പോലും ഏതാണ്ട് 73 കോടി അല്ലെങ്കിൽ 75 കോടിയൊക്കെ അതിന് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ ഇപ്പോഴും പറയാറുണ്ട് ആ സമയത്തൊരു ED കേസ് വന്നപ്പോഴത്തേക്ക് ടർബോയുടെ കളക്ഷൻ 50 കോടിയിൽ നിന്ന് 20 കോടിയിലേക്ക് വന്നു എന്ന്. അപ്പോൾ ഞാൻ അതിന് പലയിടത്തും കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. മമ്മൂക്കയുടെ പേജ് ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് 50 കോടി കളക്ട് ചെയ്ത് എൻ്റെ പോസ്റ്റർ ഇപ്പോഴും മമ്മൂക്കയുടെ പേജിൽ തന്നെ ഉണ്ട്. അതായത് ഏതോ വിഡ്ഢികളായിട്ടുള്ള കുറേ ആൾക്കാർ മമ്മൂക്കയൊന്ന് നാണം കെടുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ കളക്ഷൻ മമ്മൂട്ടി കമ്പനി കുറച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അതിനകത്ത് 73 കോടി അല്ലെങ്കിൽ 75 കോടിക്കകത്ത് ടർബോയുടെ കളക്ഷനകത്ത് മമ്മൂട്ടി കമ്പനിയും ഉറച്ചു തന്നെ നിൽക്കുകയാണ്. പിന്നെ നമുക്കറിയാം ഇപ്പം തന്നെ അവരുടെ 6ാമത്തെ സിനിമയായിട്ടുള്ള ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ ഈ ജനുവരി 23-ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഈ തിയേറ്ററുകളിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പേജിൽ കൂടെ ഷെയർ ചെയ്ത ഒരു പോസ്റ്ററിനകത്ത് അതായത് സകലമാന കാര്യങ്ങളും അന്വേഷിക്കുന്ന ഒരു ഡിറ്റക്റ്റീവ്, അതായത് ക്രൈം നടക്കുന്നത് ബന്ധപ്പെട്ട അതുമായിട്ട് മുതൽ ചെറിയ സംഭവങ്ങൾ വരെ ഏതൊരാൾക്കും ആ ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ അത്തരത്തിലുള്ളൊരു കേസ് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിറ്റക്റ്റീവ്. പിന്നെ നമുക്ക് അതിൻ്റെ ട്രെയിലറിൽ നിന്നും മറ്റും മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കണം അദ്ദേഹം. സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള CI ആയിട്ടുള്ള, അതായത് ഇന്ന് മുതൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേജിൽ കൂടെ ഒരു CI ഡയറി കുറിപ്പ്, നമ്മൾ CBI ഡയറി കുറിപ്പ് എന്ന് പറയുന്ന കണക്ക് ഒരു CIയുടെ ഡയറി കുറിപ്പ് എന്നുള്ള രീതിയിൽ ചില വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ അതായത് ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ചില സംഭവങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പേജിൽ കൂടെ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന ഇപ്പം നമ്മൾ ട്രെയിലറിൽ നിന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അഴിമതിക്കാരനായിട്ടുള്ള, അത് അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയ എമൗണ്ടും കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല, ചെറിയ രീതിയിലൊക്കെ ഒരു പക്ഷേ പൈസ വാങ്ങിച്ചു സർവീസിലിരുന്ന് ഒരാൾ മമ്മൂക്കയെക്കുറിച്ചാണ് ആ ട്രെയിലറിനകത്തുള്ള മറ്റ് ചില കഥാപാത്രങ്ങൾ പറയുന്നതെങ്കിൽ ഒരു പൈസ പോലും വാങ്ങിക്കാതെ ഒന്നും ചെയ്യാതിരുന്ന ഒരാൾ എന്ന് പറയുന്നത് മമ്മൂക്കയുടെ ക്യാരക്ടറിനെ കുറിച്ചാണെങ്കിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരാളായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ പുറത്ത് സസ്പെൻഷനിലോ അല്ലെങ്കിൽ ഡിസ്മിസിലോ ഒക്കെ ആയിട്ട് സർവീസിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കാം മമ്മൂക്കയുടെ ക്യാരക്ടർ എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പിന്നീട് തുടങ്ങുന്ന ഒരു സ്വകാര്യ, അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി ഡൊമിനിക് എന്ന് പറയുന്ന ആ ക്യാരക്ടർ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് മുതലുള്ള കാര്യങ്ങളും കൂടെ ഇനി വരുന്ന ദിവസങ്ങൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു 8 ദിവസമോ മറ്റോ ബാക്കിയുള്ള സമയത്ത് കൂടുതൽ അതായത് ടീസറിൻ്റെ സമയത്തുണ്ടായിരുന്ന ഒരു പ്രതികരണമല്ല പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ട്രെയിലർ റിലീസ് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് കൂടിയെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്തൊക്കെയോ ഒരു പ്രതീക്ഷകൾ നമുക്കിപ്പോൾ ആ സിനിമയോടുണ്ടാകുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്നലെ അദ്ദേഹം പങ്കുവെച്ച ഒരു പോസ്റ്ററും ഇന്ന് മുതൽ ഇപ്പോൾ ഒരു CI ഡയറി കുറിപ്പ് എന്നുള്ള രീതിയിൽ കൂടെ ആ പേജിൽ കൂടെ വരുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പം ഒരു ചെറിയ രീതിയിലുള്ള ഒരു സിനിമയല്ല സംഭവം. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാതെ എടുത്തിരിക്കുന്ന ഒരു സിനിമയായിരിക്കാം ഒരു പക്ഷേ. അതായത് വമ്പന്മാരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെയുള്ള വിവരം വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു കാസ്റ്റിനെ നമ്മൾ നോക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള വലിയ ആൾക്കാരെ ഒന്നും നമ്മൾ ഈ സിനിമയിൽ കാണുന്നില്ലെങ്കിലും ഒരു വലിയ രീതിയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കഥ, അതായത് ചെറിയ പ്രതീക്ഷകളുമായിട്ട് തിയേറ്ററിലേക്ക് എത്തുന്ന മമ്മൂക്കയുടെ ആരാധകരെ ഒരു വലിയ രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം മമ്മൂക്കയും ഈ പറഞ്ഞ കണക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു വലിയ ഹൈപ്പിലേക്കൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഒരു പ്രൊമോഷൻ ഒന്നും സംഘടിപ്പിക്കാഞ്ഞത്. സാധാരണ മമ്മൂക്കയുടെ ഇപ്പോൾ ഏതൊരു സിനിമയാണെങ്കിലും മമ്മൂട്ടി കമ്പനിയുടെ ഒരു സിനിമയ്ക്ക് തന്നെ ഒരു പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇനി 8 ദിവസം ബാക്കി നിൽക്കുമ്പം ഒരു പക്ഷേ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ അതിൻ്റെ പിറ്റേന്നോ ഒക്കെ ചിലപ്പം അത്തരത്തിലുള്ളൊരു പ്രൊമോഷൻ സംഘടിപ്പിക്കാൻ സാധ്യത ഉണ്ടെങ്കിലും നിലവിലുള്ള ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഇന്ന് വരെ നമ്മൾ എടുക്കുമ്പം ഇപ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കണമെന്നും മമ്മൂക്ക പോലും ഒരുപാട് പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ വലിയൊരു ഹൈപ്പ് കൊടുത്തിട്ട് ആദ്യത്തെ ഷോയ്ക്ക് ഒരു മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ക്രൗഡ് പുള്ളർ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കണമെന്നൊന്നും മമ്മൂക്ക വിചാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമയുടെ ഇപ്പോഴത്തെ ഇത് കണ്ടിട്ട് തിയേറ്ററിൽ പോയി അവർക്ക് ആ സിനിമ കണ്ട് പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെട്ടിട്ട്, കാര്യം ആ സിനിമ ഈ പറഞ്ഞ കണക്ക് വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലാതെ തിയേറ്ററിലേക്ക് പോകുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന കണക്ക് ഒരു സാധാ ഊണ് കഴിക്കാൻ പോകുമ്പോൾ ഒരു സദ്യ തന്നെ കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷം എന്നോട് പറയുന്ന രീതിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആ സിനിമയിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, ഒരു പ്രൊമോഷൻ്റെ ആവശ്യമോ ഒന്നും വേണ്ട. നമുക്ക്
നമുക്കറിയാം ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയൊക്കെ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഒരു വൻ വിജയത്തിലേക്ക് പോയ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കണ്ണൂർ സ്ക്വാഡിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയായിരിക്കും മമ്മൂക്ക ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സൺ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും ചെയ്യുന്നതെന്നാണ്, അല്ലെങ്കിൽ അത് തുടരാൻ ആഗ്രഹിക്കുന്നതെന്നാണ് നമുക്ക് ഇതുവരെയുള്ള അതിൻ്റെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഗൗതം വാസുദേവ മേനോനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് 2 ചെറുപ്പക്കാർ കഥയുമായിട്ട്, അല്ലെങ്കിൽ മമ്മൂക്കയുടെ അടുത്തേക്ക് 2 ചെറുപ്പക്കാർ കഥയായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് മമ്മൂക്കയോടൊപ്പം ഗൗതം വാസുദേവ മേനോൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറെയും കൂടെ ഈ സിനിമയിലേക്ക് അദ്ദേഹം കൂടെ വരുന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ മലയാള സിനിമയിലേക്കുള്ള ഒരു ഡയറക്ടർ എന്നുള്ള ഒരു എൻട്രി ഒരു മോശമായ സിനിമയെ കൂടെ ഒരിക്കലും, അല്ലെങ്കിൽ ഒരു ആവറേജ് സിനിമയെ കൂടെ ഒരിക്കലും അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു ഡയറക്ടറായിട്ട് മലയാളത്തിൽ തുടരാൻ ചിലപ്പം താല്പര്യം കാണിക്കുന്നുണ്ടാവത്തില്ല. അപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനും അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മലയാളത്തിലേക്കുള്ള ആദ്യത്തെ സിനിമ കാര്യം ഒരു ഗംഭീര സിനിമ തന്നെ ഒരുക്കാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ തന്നെയായിരിക്കും അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മമ്മൂട്ടി കമ്പനിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ തിരക്കഥാകൃത്തുക്കൾക്കും കൈ കൊടുത്ത് അതേ ഒരു ഡയറക്ടറായിട്ട് ഈ സിനിമയിലേക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമുക്കറിയാം കാര്യം ഞാൻ പറയുന്ന കണക്ക് ഇപ്പം ജനുവരി 23 എത്തുക എന്ന് പറഞ്ഞാൽ 8 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴത്തേക്ക് ആ സിനിമ നമ്മൾ കണ്ടിട്ട് ഒരു വലിയ വിജയമായി തീർന്നാൽ മമ്മൂട്ടി കമ്പനിയുടെ എനിക്ക് തോന്നുന്നു ഒരു റെക്കോർഡ് തന്നെ ആയി മാറാൻ സാധ്യതയുണ്ട്. കാര്യം റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 6 സിനിമകൾ, ഇപ്പോൾ 5 സിനിമകളും വലിയ വിജയമായി തീർന്ന സ്ഥിതിക്ക് 6ാമത്തെ സിനിമയും കൂടി വലിയ വിജയമായാൽ മമ്മൂട്ടി കമ്പനിക്ക് സ്വാഭാവികമായിട്ടും ഒരു പരാജയമില്ലാതെ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെയുള്ള കേരളത്തിലുള്ള മമ്മൂക്കയുടെ ആരാധകരെ അല്ലെങ്കിൽ സിനിമാ പ്രേമികളുടെ ഇടയിൽ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി ഒരു വലിയൊരു ബ്രാൻഡായിട്ട് തന്നെ നിലനിൽക്കും. കാര്യം കുടുംബമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ കുടുംബമായിട്ട് കഴിയുന്ന പല ആളുകൾക്കും, ഭാര്യയായാലും ഭർത്താവായാലും കുട്ടികളായാലും എല്ലാവർക്കും ധൈര്യമായിട്ട് പറയാം മമ്മൂട്ടി കമ്പനിയുടെ കാര്യം ഒരു മോശം സിനിമ ഒരിക്കലും മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നൊരു വിശ്വാസം വന്നാൽ ഈ സിനിമ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ സിനിമ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സിനിമകൾക്ക് പോലും കുടുംബ പ്രേക്ഷകരുടെ ഒരു തിക്കും തിരക്കും ഭാവിയിലേക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സൺ നമ്മുടെയൊക്കെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു വലിയ വിജയമായി തീരട്ടെ. താങ്ക്